ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ലെസ് കപ്പ് കേക്ക് ആണ്. ഇതൊരു സ്പെഷ്യൽ കപ്പ് കേക്ക് ആണെന്ന് തന്നെ പറയാം. നമ്മളിത് കോഫിയുടെ ഒരു ക്രീമൊക്കെ തയ്യാറാക്കി ചെയ്യുന്ന ഒരു നല്ലൊരു കോഫി ഫ്ലേവറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ആണ്. ഒരുപാട് പേര് പറയാറുണ്ട് കേക്കിൽ മുട്ടയുടെ ചൊവ്വ ഭയങ്കര പ്രശ്നമാണെന്ന്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം സാധാരണ പറയുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കുന്നുണ്ട്. ഒരു കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഫിയുടെ ക്രീമാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ, ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലപോലെ ക്രീമി ആയിട്ട് കിട്ടും. ഞാൻ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണ് വെച്ചിട്ട് ചെയ്താലും നമുക്കിതുപോലെ തന്നെ നല്ല പോലെ മിക്സായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോർക്കോ വിസ്കോ എന്ത് വെച്ചിട്ട് ചെയ്താലും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ കാപ്പുച്ചിനോ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് തിക്കായെന്ന് തോന്നുമ്പോൾ കുറച്ച് പാല് കൂടി ഇടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാല് ഞാൻ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതിലൊരു 2 ടേബിൾ സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വന്നാൽ പാൽ ഒഴിക്കുന്നത് നിർത്തുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് കപ്പ് കേക്ക് ഇതുപോലുള്ളൊരു ട്രേയിൽ ഞാൻ കപ്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ ഗ്ലാസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കപ്പ് കേക്ക്സ് തയ്യാറാക്കിയെടുക്കാം. ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് ഒഴിക്കാതിരിക്കുക. ഇതുപോലെ ഒരു പകുതിയിലും കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഓവൺ പ്രീഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്കോ ചിപ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഞാനിത് ഓവണിലേക്ക് മാറ്റുകയാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, തണുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്ന് ഇതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ലൊരു കേക്കാണ്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.